പഠിക്കാൻ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, പക്ഷേ മതിയായ സൗകര്യങ്ങൾ ഇല്ല. പാലക്കാട് ചെങ്ങണിയൂർ GLPSലെ കുട്ടികൾ പഠിക്കുന്നത് 100 കൊല്ലം പഴക്കമുള്ള വാടക കെട്ടിടത്തിൽ ഇരുന്നാണ്. സ്വന്തം ഭൂമിയിലേക്ക് സ്കൂൾ മാറ്റണമെന്ന ആഗ്രഹം അധ്യാപകർക്കും അതേപോലെ രക്ഷിതാക്കൾക്കും ഒക്കെ ഉണ്ടെങ്കിലും ഇതുവരെ അതിനുള്ളൊരു വഴി തെളിഞ്ഞിട്ടില്ല. നൂറ് വർഷം പഴക്കമുള്ള ഒരു സ്കൂൾ കെട്ടിടമാണിത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ 5 സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന സൗകര്യങ്ങൾ വേണമെന്ന് ഇവരാരും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ കുട്ടികൾക്ക് സുഖമായിരുന്ന് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം വേണം. അതാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആവശ്യം. സ്കൂളിന്റെ 100ാം വാർഷിക ആഘോഷമാണ് ഈ കാണുന്നത്. മിടുക്കരായ 253 കുട്ടികൾ പഠിക്കുന്നുണ്ട് ചെങ്ങണിയൂർ GLPSൽ. പക്ഷേ സ്കൂളിൽ മതിയായ സൗകര്യങ്ങളില്ല. ക്ലാസ് മുറികൾ 100 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. സമീപത്തെ UP സ്കൂളിന്റെ ശുചിമുറിയാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. സ്കൂൾ പരിസരത്താകെ ശുചിമുറിയിലെ ഗന്ധമാണ്. ഞങ്ങൾക്കിപ്പോൾ സ്ഥലമാണ് ആവശ്യം. സ്ഥലം കിട്ടിയാൽ നമുക്കൊരു കെട്ടിടം ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളൊരു വാടക കെട്ടിടത്തിലാണ് കുട്ടികൾ അവിടുത്തെ ഒരു ഇതിലാണ്. ഒരു ബാത്റൂം സൗകര്യം പോലും അപ്പുറത്തെ UP സ്കൂളിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതിൽ കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ നമ്മൾ ഇപ്പുറത്തെ സ്കൂളിലിരിക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ സ്മെല്ല്, നമ്മളൊരു ഒരു PTA മീറ്റിങ്ങിന് പോയാലും ഭയങ്കര സ്മെല്ലാണ്. എല്ലാ കുട്ടികളും ഉപയോഗിക്കുന്നത് കൊണ്ടും പിന്നെ അവർക്ക് കളിക്കാനുള്ള സൗകര്യമില്ല. സമൂഹത്തിന് നാനാ തുറകളിലും പെട്ട പ്രഗത്ഭർ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാലയമാണിത്. 100 വർഷം മുൻപ് എങ്ങനെയായിരുന്നു ഈ സ്കൂൾ കെട്ടിടത്തിന്റെ അവസ്ഥ? സമാന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പുതിയൊരു ഭൂമി കിട്ടുകയാണെങ്കിൽ കെട്ടിടം നിർമ്മിക്കാൻ വലിയ പ്രയാസമുണ്ടാകില്ലെന്നാണ് ഇവർക്ക് ലഭിച്ച മറുപടി. PTA അധ്യാപകരുമെല്ലാം സ്കൂളിനൊരു ഭൂമിക്കായി ഇടപെടലുകൾ നടത്തിയെങ്കിലും ഒന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. വളരെ ശോചനീയാവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഈ സ്കൂളിലുള്ളത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുതിയൊരു കെട്ടിടവും സ്ഥലവും അതിലൊരു കെട്ടിടമൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ ഭംഗിയായിക്കൊണ്ട് ഈ സ്കൂൾ കൊണ്ടുപോകാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും സ്കൂളിനെ അധികൃതർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും രക്ഷിതാക്കളും. പൊതുവിദ്യാലയങ്ങൾ രാജ്യത്തിനാകെ മാതൃകയാകുന്ന കാലത്ത് ഒരൽപ്പം സൗകര്യങ്ങൾ ചെയ്തു നൽകിയാൽ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാൻ കഴിയുമെന്നാണ് കഴിവുറ്റ അധ്യാപകർ പറയുന്നത്. അതിനുവേണ്ടിയുള്ള പ്രയത്നമാകണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടാകേണ്ടത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു പള്ളിക്കൂടത്തിന് സ്വന്തമായി കെട്ടിടമില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. 235ഓളം കുട്ടികളുള്ള LP സ്കൂളിനാണ് ഈ ദുരവസ്ഥ വന്നു ചേർന്നത്. സ്കൂളിന് സ്വന്തമായ ഒരു കെട്ടിടത്തിന് ഇനി എത്ര കൊല്ലം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് രക്ഷിതാക്കൾ നമ്മോട് ചോദിക്കുന്നത്. ഒപ്പം വിദ്യാർത്ഥികളും. സ്കൂളിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളാണ്, സർക്കാർ സ്ഥാപനമാണ്. പക്ഷെ ഇപ്പോൾ സ്വന്തമായി കെട്ടിടമില്ല. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. 100 വർഷം മുമ്പുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും കെട്ടിടത്തിനുള്ളത്. ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾക്ക് ഈ പരിമിതി വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വിദ്യാലയം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ ഈ കൊളോൺ സബ് ജില്ലയിൽ തന്നെ 2ാം പന്തിയിൽ കുട്ടികളുടെ സ്ട്രെങ്ത്തിൻ്റെ ഇതിൽ 2ാം പന്തിയിൽ നിൽക്കുന്നൊരു സ്കൂളാണ്. പക്ഷെ എന്നാലും ആ ഉള്ള പരിമിതിയിൽ രക്ഷിതാക്കളുടെ ഫുൾ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ വിദ്യാലയം നല്ല രീതിക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിന് പുതുതായിട്ട് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള സ്കൂളുകൾക്ക് ഒരു സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ബിൽഡിംഗ് വെക്കാനുള്ള മറ്റുള്ള MLA-മാരുടെയും MP-മാരുടെയൊക്കെ ഫണ്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ട് ഒരുപാട് പ്രാവശ്യമായി ഇപ്പോൾ 6 വർഷത്തോളമായി ഞങ്ങൾ ഈ പ്രൊപ്പോസലും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ പകുതി ഘട്ടങ്ങളായിട്ടുണ്ട്. ബാക്കി എത്രയും പെട്ടെന്ന് തന്നെ ആ സ്ഥലം അനുവദിച്ച് കിട്ടിയാൽ നമുക്ക് പുതിയൊരു ഘട്ടത്തിൽ മാറാൻ പറ്റും. കേരളത്തിലെ നിരവധി സ്കൂളുകൾ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പല പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടും. അപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളുടെ പൊതു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൗകര്യങ്ങൾ കൂടി വരുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ഈ സ്കൂൾ ഞാൻ ഈ ഇടയ്ക്ക് വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ സ്കൂളിലെ ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ ശുചിമുറിയൊക്കെ വിസിറ്റ് ചെയ്യുമ്പം എനിക്ക് വളരെ എന്താ പറയുക ഒരു റിലേറ്റീവ്ലി പരിതാപകരമായിട്ടാണ് തോന്നുന്നത്. കാരണം കുറച്ചുകൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലോട്ട് പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് കുട്ടികൾക്ക് ഉള്ളത്. എങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതിന് പുറകിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.